ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം അതിന് 32 വാക്യം. ആ നാളും നാഴിയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. ആ നാളും നാഴിയും സംബന്ധിച്ച് ഈ നശ്വരമായ ലോകത്തിന് ഒരു അവസാനമുണ്ട്, യുഗാന്ത്യം. ആ യുഗാന്ത്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആരംഭം കൂടിയാണ്. എന്നാൽ ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആ നാളും നാഴിയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല എന്ന് പറയുകയാണ്. യേശുമ്പുരാൻ കൂടി അറിയുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായ ഒരു ചോദ്യം വരും, യേശുമ്പുരാൻ ദൈവമായിരിക്കെ യേശുമ്പുരാൻ എന്തുകൊണ്ടാണ് ഈ യുഗാന്ത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അറിയാതിരിക്കുന്നതെന്ന്. യേശുമ്പുരാൻ തീർച്ചയായും ദൈവമാണ്. യേശുമ്പുരാൻ എല്ലാം അറിയുന്നുണ്ട്. യേശുമ്പുരാൻ സർവജ്ഞനാണ്. സൃഷ്ടിയുടെ ആരംഭം മുതൽ പിതാവാൻ ദൈവത്തോടൊപ്പമാണ്. ത്രിയേക ദൈവമാണ്. ആ ദൈവത്തിന് എല്ലാം അറിയാം. ആ ദൈവം യേശുമ്പുരാൻ എല്ലാം അറിയാം. എന്നാൽ നാം ഓർക്കേണ്ട കാര്യം, യേശുമ്പുരാൻ ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ആ മാനുഷിക തലം ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. മാനുഷിക തലമെന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും ആ യുഗാന്ത്യത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അത് പിതാവാൻ ദൈവത്തിന് മാത്രമേ അറിയൂ എന്നാണ് അവിടെ. എന്നാൽ ദൈവിക തലം, യേശുമ്പുരാൻ ദൈവത്തിന് എല്ലാം അറിയാൻ, സർവജ്ഞനാണ്. എപ്പോഴെന്ത് നടക്കുമെന്ന് ആ യേശുമ്പുരാൻ അറിയാൻ പറ്റും. എന്നാൽ മാനുഷിക തലം അത് പരിമിതമാണ്. അത് പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ഒന്നും അല്ലെങ്കിൽ പ്ലാനും പദ്ധതിയും അറിയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് പുത്രനും കൂടി അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ യേശുമ്പുരാന് എല്ലാം അറിയാം. യേശുമ്പുരാനിലെ ദൈവത്വത്തിന് എല്ലാം അറിയാം. യേശുമ്പുരാൻ ദൈവമാണ്. നമുക്കറിയാം, യേശുമ്പുരാൻ പടയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ പടയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇതാ ആ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന ഒരു യേശുമ്പുരാനെ കാണുവാൻ സാധിക്കും. അത് ആ യേശുമ്പുരാനിലെ ആ മാനുഷിക തലമാണ്. എന്നാൽ അടുത്ത നിമിഷം നമുക്ക് കാണാൻ സാധിക്കും, വലിയ കൊടുങ്കാറ്റടിക്കുന്നു, തിരകളിങ്ങനെ പടകിലേക്ക് ഇരച്ചു കയറുന്നു, ശിഷ്യന്മാർ ആർത്ത് നിലവിളിക്കുന്നു. അപ്പോൾ എഴുന്നേറ്റ് അതിനെ ശാന്തമാക്കുന്ന ഒരു യേശുമ്പുരാനെ കാണാൻ പറ്റും. അത് യേശുമ്പുരാനിലെ പൂർണ്ണ ദൈവമാണ്, ദൈവത്വമാണ്, ദൈവിക തലമാണ്. വീണ്ടും നമുക്ക് ഗെത്സമനയിൽ കാണാം, പിതാവാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശുമ്പുരാനെ കാണുവാൻ സാധിക്കും. അവിടെ യേശുമ്പുരാൻ പറയുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണമേ. അത് യേശുമ്പുരാനിലെ മാനുഷിക തലമാണ്. എന്നാൽ അടുത്ത നിമിഷം നമുക്ക് കാണാം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതമാണ് എന്നിൽ നിറവേറണമെന്ന് പറയുകയാണ്. അത് യേശുമ്പുരാനിലെ ദൈവിക തലമാണ്. അതുകൊണ്ട് ആ യേശുമ്പുരാൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ആ യേശുമ്പുരാനിലെ ആ മാനുഷിക തലത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പിതാവാൻ ദൈവത്തിന് മാത്രമേ യുഗാന്ത്യത്തെക്കുറിച്ച് അറിയാൻ പാടുകയുള്ളൂ, പുത്രനും കൂടി അറിയുന്നില്ല എന്ന് പറയുന്നത്. അതുപോലെ ഈ മാനുഷിക തലവും ദൈവികതലവും നമ്മളിലുമുണ്ട്. നമ്മളിലും ഈ മാനുഷികതലവും ദൈവികതലവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അത്തിയെ നോക്കി അത് അതിൻ്റെ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് അറിയണം. അപ്പോൾ അതിനെ വിവേചിച്ചറിയാൻ വേണ്ടി നമുക്ക് ഒരു ദൈവീയ തലം, നമ്മുടെ ദൈവീയ തലം ഉണരണം. അപ്പോൾ കാലത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് അറിയണം. യുഗാന്ത്യം എന്ന് പറയുന്നത് ഇതാ പോരാട്ടത്തിൻ്റെ കാലമാണ്, പ്രതികാരത്തിൻ്റെ കാലമാണ്, വിശ്വാസത്യാഗത്തിൻ്റെ കാലമാണ്. കാരണം ഈ ലോകം ജാതിയോട് എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തോട് എതിർക്കുമ്പോൾ, അനീതി കാണുമ്പോൾ, അക്രമം കാണുമ്പോൾ, ക്രൂരത കാണുമ്പോൾ നമ്മുടെ വിശ്വാസം നശിച്ചു പോകും. നമ്മൾ ദൈവത്തിലൊക്കെ വിശ്വസിച്ചിട്ട് എന്താ കാര്യമെന്നൊക്കെ ചിന്തിച്ചു പോകുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തെ മുറിവിൽ നമ്മുടെ ദൈവീയതലം ഉണരണം. അപ്പം ഇതൊക്കെ കാണുമ്പോൾ അപ്പോഴാണ് ആൾദൈവങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് പ്രവചിക്കുന്നത്. ഇതാ ലോകം അവസാനിക്കാൻ പോകുന്നു, മലമുകളിൽ നിന്നുകൊണ്ട് ആൾക്കാർ പ്രവചിക്കുന്ന കാണാം. ഇതൊക്കെ ഈ യുഗാന്ത്യത്തിൻ്റെ ആരംഭമോ ഒക്കെ എന്താണെന്ന്, ആ കാലത്തിൻ്റെ മാറ്റങ്ങളെ, പ്രകൃതിയുടെ മാറ്റങ്ങളെയൊക്കെ മാറുന്നതനുസരിച്ച് നമ്മുടെ ദൈവീയതലം ഉണരണം. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും മലകളിൽ നിന്ന് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വചനം ഓർക്കണം. ആ നാളും നാഴിയും സംബന്ധിച്ചോ പിതാവാൻ ദൈവം മാത്രമേ അറിയുന്നുള്ളൂ, മറ്റാരും അറിയുന്നില്ലെന്ന് ഓർക്കണം. പുത്രൻ കൂടി അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ആൾക്കാരൊക്കെ, ആൾദൈവങ്ങളൊക്കെ എഴുന്നേറ്റ് പ്രവചിക്കുമ്പോൾ
നമ്മൾ അവരുടെ പുറകെ പോകണോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണം. നമ്മളെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് കാലലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെ പ്രകൃതിയുടെയൊക്കെ മാറ്റങ്ങളെ നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈശോമ്പുരാൻ പറയാണ്, ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തോടും ചേർത്ത് വെച്ച് പറയുമ്പോൾ അത് പ്രാർത്ഥനയുടെ അനുഭവമാണ്. ഉണർവ് എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ അനുഭവമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഉറക്കമില്ലാത്ത ഉണർവുള്ളവൻ എന്നാണ്. ആ ഉറക്കമില്ലാത്ത ഉള്ളവനായ ആ ദൈവത്തിനോടുള്ള ആ ദിവ്യമായ ആ ദൈവത്തിനോട് കൂട്ടാളികളാകുവാനാണ് നമ്മോട് ദൈവം ആഹ്വാനം ചെയ്യുന്നത്, വേദപുസ്തകം ആഹ്വാനം ചെയ്യുന്നത്, ഉണർന്നിരിപ്പിൻ. അപ്പോൾ ഈ നശ്വരമായ ലോകത്തിനൊരു അവസാനമുണ്ട്. ഇത് ആത്യന്തികമല്ല, അത് എന്നും അഴിഞ്ഞു പോകുന്നതാണ്. ആ അഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ നമ്മുടെ ഹൃദയം ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ നമ്മൾ പ്രാപ്തനാണെന്ന് നോക്കണം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഈ ലോകത്തോട് പറ്റിച്ചേരാതെ, ഇതാ ഉപജീവന മാർഗത്തിനെ കുറിച്ച് ചിന്തകളില്ലാതെ, അതിഭക്ഷണത്താൽ മദ്യപാനത്താൽ ഒക്കെ ആകാതെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം സാധിക്കണം. ഉണർന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഈ രണ്ടാമത്തെ വരവെങ്കിൽ ഇത് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവാൻ ദൈവമല്ലാതെ ദൈവദൂതന്മാരോ പുത്രനും കൂടി അറിയാതിരിക്കുമ്പോൾ നാൾ എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും.